സന്തോഷമായിട്ട് അവൻ ഇതിൻ്റെ അകത്ത് തുഴയുന്നുണ്ട്. ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളവിടെ പോവാ. വെള്ളപ്പൊക്കത്തിന് ശേഷം വള്ളംകളി കാണാൻ. അതെ, അതും നമ്മളവിടെ വന്നേക്കണേ നമ്മൾ നെഹ്റു ട്രോഫി കാണാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ കാണാൻ വന്നായിരുന്നു. അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. അപ്പം ഇവിടെ ഞങ്ങൾ അന്നത്തെ ആൾക്കാർ കുറച്ച് എക്സ്ട്രാ ആൾക്കാരുണ്ട്. എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ല, കണ്ടിട്ട് പറയാം. അതെ തന്നെ. ഇപ്പൊ പുന്നമട കായലില് നെഹ്റു ട്രോഫി ആണ് വന്നേക്കുന്നത്. അത് നേരത്തെ പറഞ്ഞില്ല. അപ്പം മൈക്കൊക്കെ വന്നേക്കുന്നത്. അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ ഒരു എന്താ പറയാ പ്രതികരണം എല്ലാം ഞാൻ എടുക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇത്ര പേരാണ് വന്നേക്കുന്നത്. അപ്പം ഇവിടുന്ന് ഞങ്ങൾ നടക്കും. അങ്ങോട്ട് വണ്ടി എടുത്തില്ല. അപ്പം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ആ 2 കിലോമീറ്റർ ഞങ്ങൾ നടക്കണം. അപ്പം അതുമല്ലാണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ഷോർട്സിലെ ബർത്ത്ഡേയുടെ അവൻ ഇതിൻ്റെ അകത്ത് തുഴയുന്നുണ്ട്. അപ്പം അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അവന്റെ ചേച്ചി കൂടാണ്. ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് ഫ്രണ്ടിനെ പറ്റിയുള്ള അഭിപ്രായം? അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ അവനിത്താണ് അരോമ ബോട്ട് ക്ലബില. പിന്നെ 40 ദിവസത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് മത്സരിക്കാൻ നെഹ്റു ട്രോഫി. അതുകൊണ്ട് ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഫൈനലിൽ എത്തുമെന്ന് പ്രതീക്ഷയുണ്ട്. പിന്നെ എല്ലാരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് അല്ലേ, പിന്നെ ജയിക്കുമെന്ന് തോന്നുന്നു. മൂലമല്ലങ്ങളെ അവർക്കല്ലായിരുന്നു. അപ്പം ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഞാൻ കാണിക്കാം. അപ്പം നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താവുന്നൊന്നും അറിയത്തില്ല. ഞങ്ങളങ്ങനെ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്തെത്തി. നല്ല തിരക്കുണ്ട്. വെയിലാണ്. ആ വെയിലത്ത് ഇരുന്ന് കളി കാണണം. ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. എന്നാലും ഫിനിഷിംഗ് പോയിന്റ് അതാണ്. കളി തുടങ്ങുന്നത് 2-2:30 കയ്യിലാണ്. ഇപ്പം 1:30 ആവുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഫിനിഷിംഗ് പോയിന്റ് കാണാൻ പറ്റില്ല. അവരോട് നിൽക്കുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഞങ്ങള്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ തുഴയുന്ന ബോട്ട്, അരോമ ബോട്ട് ക്ലബ്. ഇതിനകത്ത് അവൻ തുഴയുന്നുണ്ടായിരുന്നു. എല്ലാ ചുണ്ടൻ വെള്ളങ്ങളും വന്നിട്ട് ഫ്ലാഗ് ഒരു ഉയർത്തുന്നൊരു കാഴ്ചയാണിത്. അങ്ങനെ മത്സരം തുടങ്ങാൻ വേണ്ടി ഈ ഫ്ലാഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇത് ഫസ്റ്റ് മത്സരമാണ്. ഞാൻ മിക്കതും എടുത്തിരിക്കുന്ന അരോമ ചുണ്ടൻ്റെ മാത്രമാണ്. ഇത് അരോമ ചുണ്ടൻ ഫസ്റ്റ് ബാച്ച് മത്സരം കളിക്കുന്നതാണ്. അവരായിരുന്നു ഫൈനലിലേക്ക് സെലക്ട് ആയ ഒരു ബാച്ച്. എഴുപത്തിരണ്ടാം നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരമാണിത്. ഇതിൽ അരോമയുണ്ട്, നടുഭാഗമുണ്ട്, പിന്നെ 2 വേറെ ചുണ്ടൻ വള്ളങ്ങളും ഉണ്ടായിരുന്നു. അത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കളി. കുട്ടനാടിൻ്റെ ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാണ്. ചുണ്ടനാട് 4 മിനിറ്റ് 23 സെക്കൻഡ് 770 മില്ലി സെക്കൻഡിലാണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടനാണ്. വിജയി 22ാം
അപ്പോൾ ഗൈസ് സന്തോഷമായിട്ട് ആരോമ വോട്ട് പ്രൈസ് ജയിച്ചിരിക്കുന്നു. ആരോമയാണ് ജയിച്ചത്. അപ്പം എന്താ പറയുക, വളരെ സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അതിലുണ്ട്. അതെ അതിന് വേണ്ടിയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് വന്നത്. അതെ കപ്പടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം അതെ ഭയങ്കര സന്തോഷം. അവൻ വിളിച്ച് ഞാൻ ക്ലിപ്പൊക്കെ ഞാൻ ആഡ് ചെയ്യാം. എന്തായാലും അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.